ഹായ് ഹലോ നമസ്കാരം. ശ്രീജിത്താണ്. മല്ലു മലയാളി കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായൊരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കി അരക്കിലോ ചെമ്മീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ചൂടായ മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 15-20 സെക്കൻഡ് നേരം നന്നായിട്ട് ഇളക്കി കളറ് മാറുമ്പോൾ 3-4 ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഏകദേശം വാടിക്കുഴഞ്ഞ പരുവമാകുമ്പോൾ 2 പച്ചമുളക് 2ആയി കീറിയത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഏകദേശം 15-20 സെക്കൻഡ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 സവാള വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ബ്രൗൺ കളർ ആവുന്ന വരയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കുഴമ്പ് രൂപത്തിലാകുന്ന വരയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അരമൂടി തേങ്ങ അരച്ചതും അരപ്പിൻ്റെ വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിനെ നന്നായി ഇളക്കി തിള വരുന്നവരെ അടച്ച് വേവിക്കുക. തിളച്ച കറിയിലോട്ട് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച ചെമ്മീൻ ഓരോന്ന് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ചെമ്മീൻ അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. നമ്മുടെ ചെമ്മീൻ വെന്ത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറുവേപ്പിലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തേങ്ങ അരച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ. താങ്ക്